ഈ റൂബിക്സ് ക്യൂബ് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുന്നേ ഞാൻ ഈ റൂബിക്സ് ക്യൂബിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ നമുക്ക് എല്ലാ കീസും നമുക്ക് ടേൺ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എല്ലാ കീസും നമുക്ക് ടേൺ ചെയ്യാം. എന്നാൽ ഇതിൻ്റെ സെൻറ്ററിലുള്ള കീയാണ് ഫിക്സഡ് ആയിട്ടുള്ള കീ. അതായത് ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള കീ എത്ര ചേഞ്ച് ചെയ്താലും എൻ്റെ പൊസിഷൻ മാറില്ല. അതായത് ഈ ഓറഞ്ച് കീയുടെ ഓപ്പോസിറ്റ് എപ്പോഴും റെഡ് ആയിരിക്കും. അതുപോലെ യെല്ലോയുടെ ഓപ്പോസിറ്റ് വൈറ്റ് ആയിരിക്കും. അതുപോലെ ഈ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂ ആയിരിക്കും. ഈ പൊസിഷൻ എങ്ങനെ വന്നാലും ചേഞ്ച് ആവില്ല. ബാക്കി എല്ലാ കീസിൻ്റെയും പൊസിഷൻ ചേഞ്ച് ആവും. ഇനി നമുക്ക് ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് രണ്ട് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഒന്ന് റൈറ്റ് സൈഡ് മൂവ്മെൻറ്റും രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൂവ്മെൻറ്റും. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ് മൂവ്മെൻറ്റ്. ഈ നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള കീ റൈറ്റ് സൈഡിലേക്ക് ഒരു പ്രാവശ്യം തിരിക്കുക, 1. അതേപോലെ ടോപ്പിൽ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കുക, തിരിച്ച് ബാക്കിലേക്ക് അതേപോലെ തന്നെ കൊണ്ടുവരിക, ടോപ്പ് തിരിച്ച് ബാക്കിലേക്ക് കൊണ്ടുവരിക. ഇതാണ് റൈറ്റ് സൈഡ് മൂവ്മെൻറ്റ്. അതായത് 1 2 3 4 ഇതാണ് റൈറ്റ് സൈഡ് മൂവ്മെൻറ്റ്. സെയിം തന്നെയാണ് ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റും. ലെഫ്റ്റ് സൈഡിലുള്ള കീ ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിക്കുക, ടോപ്പിലെ കീ ലെഫ്റ്റിലേക്ക് തിരിക്കുക, ഇത് തിരിച്ച് ബാക്കിലേക്ക് കൊണ്ടുവരിക, ടോപ്പ് തിരിച്ച് ബാക്കിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റും. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നതിന് ഞാൻ ആദ്യം തന്നെ ഈ യെല്ലോ ഉള്ള കീ നമുക്ക് ടോപ്പിൽ ആയിട്ട് വെക്കാം, താഴെയായിട്ട് വൈറ്റ് വരും. അപ്പോൾ ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ 4 പൊസിഷനിലും ഈ വൈറ്റ് കീസിനെ കൊണ്ടുവരിക. ഈ 4 പൊസിഷനിലും അതിന് പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ ടേൺ ചെയ്ത് നോക്കി കൊണ്ടുവന്ന് വെച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതി. ഓക്കെ, ഞാനിങ്ങനെ ജസ്റ്റ് തിരിച്ച് ഇവിടെ ഒരെണ്ണം വെച്ചു. ഓക്കെ, ഇവിടെ ഒരെണ്ണം വെച്ചു. ഓക്കെ, ഇപ്പം നമുക്കൊരു ഫ്ലവർ പോലെ 4 വൈറ്റ് കീസിന് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് കീയുടെ ഈ സൈഡിലുള്ള കളർ നോക്കുക. ഇവിടെ റെഡ് കളറാണ്. അപ്പം നമ്മൾ ഈ സെൻറ്ററിൽ റെഡുള്ള കളറിലേക്ക് ഇതിനെ നമുക്ക് മാച്ച് ചെയ്ത് വെക്കണം. എന്താ, ഇങ്ങനെ മാച്ച് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് താഴേക്ക് വെക്കുക. ഓക്കെ, ഇവിടെ ഓറഞ്ച് കളറിനായിട്ട് മാച്ച് ചെയ്തിട്ട് നേരെ താഴേക്ക് വെക്കുക. ഗ്രീനായിട്ട് മാച്ച് ചെയ്ത് നേരെ താഴെ വെച്ച്, ബ്ലൂവിനായിട്ട് മാച്ച് ചെയ്ത് നേരെ താഴേക്ക് വെച്ച്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ടോപ്പിൽ ഈ കോർണറിൽ വൈറ്റ് ഉള്ള കീ നോക്കുക. ഇവിടെ വൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഈ സൈഡിലുള്ള കീ റെഡാണ്. നമുക്ക് സെൻറ്റർ കീ ആണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. ഈ സെൻറ്ററും ഇതും മാച്ച് ചെയ്തു. അപ്പോൾ ഈ വൈറ്റ് വന്നേക്കണ ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് മൂവ്മെൻ്റ് ആണ്. ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റ് ചെയ്യാൻ നമ്മൾ 1 2 3 4 ഓക്കെ ചെയ്തു. ഇപ്പോൾ ഇവിടെ വേറൊരു വൈറ്റ് കീ വന്നു. ആ വൈറ്റ് കീയുടെ ഇവിടെ സൈഡിലുള്ള ഓറഞ്ചാണ്. നമുക്ക് ഓറഞ്ച് എവിടെയെന്ന് നോക്കാം. ഓക്കെ, ഈ സെൻറ്റർ ഓറഞ്ചായിട്ട് മാച്ച് ചെയ്തു. ഈ വൈറ്റ് വന്നേക്കണ റൈറ്റിലാണ്. അപ്പം നമുക്ക് റൈറ്റ് സൈഡ് മൂവ്മെൻറ്റ് ചെയ്യാം. ഓക്കെ ചെയ്തു. ഇപ്പം നമുക്ക് വേറൊരു വൈറ്റ് കീ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രീനാണ്. നമ്മൾ ഈ ഗ്രീനും മാച്ച് ചെയ്തു. ഈ വൈറ്റ് വന്നേക്കുന്നത് റൈറ്റിലാണ്. നമുക്ക് റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യാം. ചെയ്തു. ഓക്കെ, ഇനി ഏതെങ്കിലും കോർണറിൽ വൈറ്റ് കീ ഉണ്ടോ നോക്കാം. വൈറ്റ് കീ ഇല്ല, മേളിലില്ല. ഇവിടെ താഴെയുള്ളൊരു വൈറ്റ് കീ ഉണ്ട്. ഈ താഴെയുള്ള ഈ വൈറ്റ് കീനെ നമുക്ക് മേളിലേക്ക് കൊണ്ടുവരാം. അതിന് ഇതേപോലെ തന്നെ നമുക്ക് സൈഡിലേക്ക് വൈറ്റ് കീ വെച്ചിട്ട്, ഇപ്പോൾ ഇവിടെ താഴെയാണ്, ഇത് നമുക്ക് മേളിലേക്ക് കൊണ്ടുവരാം. ഒരു പ്രാവശ്യം നമുക്ക് ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റ് ചെയ്യാം. വേറൊരു കീയും അനങ്ങാൻ പാടില്ല, ഇത് മാത്രം തിരിച്ച് ചെയ്തു. ഇപ്പോൾ നമുക്കിത് മേളിൽ കിട്ടി. ഇപ്പോൾ ഇത് മാച്ചിങ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഗ്രീന് ഇത് ലെഫ്റ്റ് സൈഡാണ്. ഇപ്പോൾ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്യാം. ചെയ്തു. ഓക്കെ, കഴിഞ്ഞു. ഇപ്പോൾ നോക്കിയേ, ഈ താഴെയുള്ള ഈ ലൈൻ ക്ലിയറായി, ഈ ലൈൻ ക്ലിയറായി, ഇത് ക്ലിയറായി, ഈ താഴെയുള്ള വൈറ്റ് ക്ലിയറായി. ഇനി നമ്മൾ അടുത്ത ഫോക്കസ് ചെയ്യുന്നത് ഈ ലെയറാണ്. ഈ സെൻറ്ററിലുള്ള ലെയർ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ടോപ്പ് ലെയറിൽ ഈ 4 കീസ് നോക്കുക. ഇതിൽ യെല്ലോ ഇല്ലാത്ത കീസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇവിടെ ഇതിൽ യെല്ലോ ഉണ്ട്, ഇതിൽ യെല്ലോ ഇല്ല. അപ്പോൾ ആ കീ നമ്മൾ എടുക്കാം. ഇതിൻ്റെ ഇവിടെ റെഡാണ്. അപ്പോൾ ഈ സെൻറ്റർ റെഡായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നോക്കാം. വേറെ കീസൊന്നും അനങ്ങരുത്. ഈ സെൻറ്റർ റെഡ് മാച്ച് ചെയ്ത് ഇതിൻ്റെ ടോപ്പ് കീ നോക്കി. ഇത് ബ്ലൂ കളറാണ്. ബ്ലൂ ഏത് സൈഡാണെന്ന് നോക്കുക. ബ്ലൂ ലെഫ്റ്റ് സൈഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക്
ഇതിനെ ലെഫ്റ്റിലേക്ക് തിരിക്കുക ടോപ്പ്. എന്നിട്ട് ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്യുക. ചെയ്തു. ഇപ്പം നമുക്ക് ഒരു വൈറ്റ് കീ ഇവിടെ മേളിൽ കിട്ടി. അത് നോക്കുക. അതിൻ്റെ മാച്ചായിട്ടുള്ള ഈ ബ്ലൂ കളറാണ് സൈഡ്, അത് സെൻറ്റർ മാച്ചായിട്ടുള്ള ബ്ലൂ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ ഇത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റൈറ്റ് സൈഡിലാണ് ഈ വൈറ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റൈറ്റ് മൂവ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്യാം. ഓക്കെ, അത് ക്ലിയറായി. ഇനി അടുത്ത് നോക്കുക, യെല്ലോ ഇല്ലാത്തേക്ക് നോക്കുക. ഇവിടെ യെല്ലോ ഇല്ല, ഇത് ഗ്രീനാണ്. ഇവിടെയുള്ള ഗ്രീൻ കീ ആയിട്ട് മാച്ച് ചെയ്യുക. റെഡാണ് ടോപ്പിലുള്ളത്. റെഡ് സെൻറ്ററായിട്ട് ഈ സൈഡാണ് റെഡ് സെൻറ്ററിലുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പ്രാവശ്യം നമുക്ക് തിരിക്കാം. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റ് ചെയ്യുക. ചെയ്തു. നേരത്തെ പോലെ തന്നെ വൈറ്റ് കീ ഒരെണ്ണം ടോപ്പിൽ വന്നു. ഈ റെഡ് സെൻറ്റർ മാച്ചാണ്, ഇത് റൈറ്റ് സൈഡാണ്. റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഒക്കെ ചെയ്തു. ഇനി നമുക്ക് നോക്കാം യെല്ലോ ഇല്ലാത്ത കീ. ഇവിടെ ഒരു കീ ഉണ്ട്, അത് ഓറഞ്ചാണ്. അത് ഓറഞ്ചിനായിട്ട് മാച്ച് ചെയ്തു. ടോപ്പിൽ ബ്ലൂ ആണ്. ബ്ലൂ ഇവിടെ റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഈ സൈഡിലേക്ക് ഒരു പ്രാവശ്യം ഈ ടോപ്പ് തിരിക്കുക, റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ചെയ്തു. ഇവിടെ വൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബ്ലൂ നായിട്ട് മാച്ചാണ്. വൈറ്റ് ലെഫ്റ്റ് സൈഡാണ്. അതുകൊണ്ട് നേരത്തെ ചെയ്ത പോലെ ലെഫ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഏതെങ്കിലും കീ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരു കീ, ഇത് യെല്ലോ ഇല്ല, ഇത് ഗ്രീനാണ്. ഗ്രീൻ മാച്ച് ചെയ്ത് ടോപ്പിൽ ഓറഞ്ചാണ്. ഓറഞ്ച് റൈറ്റ് സൈഡിലാണ് ടോപ്പ് ലെയർ. അതുകൊണ്ട് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക, റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, വൈറ്റ് നമുക്ക് മേളിലേക്ക് കിട്ടി. ഓറഞ്ച് മാച്ചിങ് ആണ്. ഇത് വൈറ്റ് ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റ് ചെയ്യുക. ഇപ്പം നോക്കിക്കേ, ഈ രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റ് ആയി. ഉണ്ടോ, രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോപ്പ് ലെയറാണ്. ഇപ്പം നമുക്ക് ടോപ്പിൽ കണ്ടോ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ കിട്ടിയിരിക്കുന്നുണ്ടോ. ഇത് ചിലപ്പോൾ നമുക്കൊരു ഇവിടുത്തെ കീ ചിലപ്പോൾ തിരിഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് എന്നാലും ഒരു എല്ല് പോലെ, അല്ലെങ്കിൽ ഒരു ലൈന് പോലെ, അല്ലെങ്കിൽ ഒരു പ്ലസ് പോലെ കിട്ടും. നമുക്ക് വേണ്ട പ്ലസ് പോലെയാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഈ സെൻറ്റർ ഇങ്ങനെ എല്ല് പോലെ കിട്ടിയത് ഒരു 9 o'clock പൊസിഷനിൽ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ നേരെ ഫേസ് ചെയ്യുന്ന ഭാഗം ഒരു പ്രാവശ്യം ഇങ്ങനെ തിരിച്ചിട്ട് ഒരു പ്രാവശ്യം റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യുക. ഇനി തിരിച്ചത് ബാക്കിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. കണ്ടോ, ഇപ്പം നമുക്ക് ലൈനാണ് കിട്ടിയത്. നമുക്കത് ലൈനല്ല വേണ്ട, പ്ലസ് ആണ് വേണ്ടത്. അപ്പം നമ്മൾ ചെയ്ത പോലെ സെയിം റിപ്പീറ്റ് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഇത് ഇങ്ങോട്ട് തിരിക്കുക, റൈറ്റ് മൂവ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് പ്ലസ് കിട്ടി. കണ്ടോ, യെല്ലോ ഒരു പ്ലസ് ആയിട്ട് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 4 കോർണർ കീസാണ്. അതിൻ്റെ പൊസിഷനിൽ വെക്കണം നമ്മൾ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് കറക്റ്റ് പൊസിഷനിലാണ്. കാര്യം ഇത് തിരിഞ്ഞായിരിക്കുന്നെങ്കിലും ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ റെഡ് ഉണ്ട്, ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെ ഗ്രീൻ ഉണ്ട്, ഈ സൈഡ് ഗ്രീൻ ഉണ്ട്, യെല്ലോ ഇവിടെ ടോപ്പിലുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് പൊസിഷനാണ്. കീ തിരിഞ്ഞു വരുന്നതേ ഉള്ളൂ, പക്ഷേ പൊസിഷൻ കറക്റ്റാണ്. ചില ടൈമിൽ നമുക്ക് കിട്ടില്ല, പക്ഷേ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇതും കറക്റ്റ് പൊസിഷനിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ബ്ലൂ ഉണ്ട്, ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെ യെല്ലോ കറക്റ്റാണ്. ഇത് നോക്കുക, ഇത് കറക്റ്റല്ല. ഇവിടെ ഈ ഗ്രീനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഗ്രീന് ഇവിടെ വരാനുള്ള ഗ്രീനാണ്. അതേപോലെ ഈ ബ്ലൂ കളർ ഇവിടെ വരാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്ന പൊസിഷൻ നിൽക്കുന്ന ഭാഗം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. നമുക്ക് കറക്റ്റാക്കാനുള്ള ഭാഗം, അതായത് ശരിയാക്കാനുള്ളത് റൈറ്റ് സൈഡ് വെക്കുക. ഈ ലെഫ്റ്റ് സൈഡിലെ കീ ഇത് കറക്റ്റ് പൊസിഷനിലാണ്. അതുകൊണ്ട് ഞാനിത് എൻ്റെ ലെഫ്റ്റ് സൈഡ് ഇത് ഇങ്ങനെ വെക്കുക. ഈ കീ മാത്രം നമുക്ക് ഒരു 3 പ്രാവശ്യം റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യണം. ഓക്കെ, 1 2 ഓക്കെ, 3 പ്രാവശ്യം ചെയ്തു. ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ പൊസിഷൻ മാറ്റരുത്. ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് കോർണർ ഇവിടെ ഒരു വൈറ്റ്, ടോപ്പിലൊരു വൈറ്റ് വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നേരെ ഇങ്ങനെ തിരിച്ചു വെക്കുക. അപ്പം നമ്മൾ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്ത പോലെ ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നില്ലേ, അതേപോലെ സെയിം ലെഫ്റ്റ് മൂവ്മെൻറ്റും 3 പ്രാവശ്യം ചെയ്യണം. ഓക്കെ,
ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റ് ഞാൻ 3 പ്രാവശ്യം ചെയ്തു. ഇപ്പം നോക്കിയേ, ഇതതിൻ്റെ കറക്റ്റ് പൊസിഷനാണ്. ഇത് കറക്റ്റ് പൊസിഷനായി. ഈ ഗ്രീനും ഇതുമായിട്ട് കറക്റ്റ് പൊസിഷനിൽ വന്നു. അതുപോലെ ബ്ലൂവും റെഡും കറക്റ്റ് പൊസിഷനിൽ വന്നു. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം കറക്റ്റ് പൊസിഷനിലാണ്. ഇതൊക്കെ തിരിഞ്ഞു വരാനുണ്ടെങ്കിലും എല്ലാം കറക്റ്റ് പൊസിഷനിലാണ് വന്നു. ഇനി നമ്മൾ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി മാത്രം നമ്മൾ ഇപ്പം ഇത്ര നേരം യെല്ലോ ടോപ്പിലാണ് പിടിച്ച്, ഇനി നമ്മൾ ഈ യെല്ലോ നേരെ താഴേക്ക് പിടിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ കോർണറിലുള്ള കീയാണ്. ഞാൻ ഇത് കറക്റ്റായിട്ട് ചെയ്തില്ല, നമുക്ക് തെറ്റിപ്പോവും. ഈ കോർണർ കീയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ഈ യെല്ലോ. ഓക്കെ, ഈ യെല്ലോ നമുക്ക് ഈ താഴെ ഫില്ല് ചെയ്യണം, അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പിടിക്കുന്ന പൊസിഷൻ നോക്കുക, ഇങ്ങനെ പിടിക്കുക, ഇത് മാത്രം. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ റൈറ്റ് സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യണം. എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഈ യെല്ലോ താഴെ ഫില്ലാകുന്നവരെ നമ്മൾ റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഒരു പ്രാവശ്യം ചെയ്തു ആയില്ല, 2 പ്രാവശ്യം ചെയ്തു ആയില്ല, 3 പ്രാവശ്യം ചെയ്തു വന്നില്ല, ഈ സൈഡിലാണെന്ന് ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് ആ സൈഡിലുള്ള യെല്ലോ ഫില്ലായി. ഇനി ഇതാണ് അതിന് ചെയ്യേണ്ടത്. നമ്മൾ ഈ പൊസിഷനിലേക്ക് ഇതിനെ കൊണ്ടുവരിക, തിരിച്ച് ഇത് മാത്രമേ തിരിക്കാൻ പാടുള്ളൂ, ഇത് മാത്രം തിരിച്ച് ഈ കോർണറിൽ കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് മൂവ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അത് ഫുള്ളായി. ഇനി ഇപ്പം നോക്കിയേ, ഇനി തിരിച്ച് കറക്റ്റ് ഇതിൻ്റെ പൊസിഷനിലേക്ക്. ഇനി നോക്കി, യെല്ലോ ഇവിടെ ഫുള്ളായി. ഇനി നമുക്ക് തിരിച്ച് പഴയതുപോലെ തന്നെ യെല്ലോ ടോപ്പാക്കി വെക്കാം. ഇപ്പം നോക്കി, ഈ സൈഡ് ഫുള്ള് ക്ലിയറായി. ഇവിടെ ഒരു ക്ലിയർ ആവുന്നുണ്ട്, ഇവിടെയും ക്ലിയർ ആവുന്നു, ഇവിടെയും ക്ലിയർ ആവുന്നു. ഈ ക്ലിയർ ആയത് നമ്മുടെ നേരെ ഫേസ് ചെയ്ത് പിടിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ മൂവ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റ് ഒരു പ്രാവശ്യം ചെയ്യുക. ചെയ്തു. ഇനി 5 പ്രാവശ്യം റൈറ്റ് സൈഡ് മൂവ്മെൻറ്റും അതിന് ശേഷം 5 പ്രാവശ്യം ലെഫ്റ്റ് സൈഡ് മൂവ്മെൻറ്റും ചെയ്യുമ്പോൾ നമ്മുടെ ഈ റുബിക്സ് മാജിക്കലായിട്ട് ക്ലിയർ ആകും. നമുക്ക് നോക്കാം. ഓക്കെ, 4. ഓക്കെ, ഇനി ഇത് 1, 2, 3, 4, 5. സി റുബിക്സ് ക്ലിയറായി ഉണ്ടോ? ഈ വീഡിയോ നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് ബാക്ക് അടിച്ച് സ്ലോലി ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കാണുക. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും. അതിൻ്റെ പൊസിഷനെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.